ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നാൽ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തന്നെ നമുക്ക് നല്ല കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള പഴംപൊരി വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഇരിക്കും നല്ലോണം ഉള്ളിലിങ്ങനെ ഫ്ലഫി ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1.5 കപ്പോളം മൈദ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പഴത്തിന് വേണ്ടിയിട്ടാണ്. 1.5 കപ്പ് മൈദമാവും 1/2 കപ്പോളം അരിപ്പൊടി, സാധാരണ നമ്മളെ പത്തിരിപ്പൊടിയാണ് പൊടിച്ച് വറുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പത്തിരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റവ ചേർത്ത് കൊടുത്താലും മതി, ഒരു 2 ടേബിൾ സ്പൂണോളം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇതിനാട്ടോ. ഇനി ഞാനിവിടെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. ഒരു തേങ്ങയുടെ വെള്ളമാണ്. അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മാത്രം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ബേക്കിംഗ് സോഡ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല കോട്ടിങ്ങോട് കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ആ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഒത്തിരി ലൂസാവാനും പാടില്ല. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ കൂട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ പഴവും മൈദപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കുട്ടികൾ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്നതിലാണ് കേട്ടോ ശരിക്കും ഈ കോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നല്ലോണം കോട്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കറക്റ്റ് അളവിലാവരുത് വെള്ളം. കുറച്ച് തിക്കായിട്ടിരിക്കണം. കുറച്ച് തിക്കായിട്ടിരുന്നാൽ മാത്രമാണ് ആ പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ചിങ്ങനെ തിക്കായിട്ടാണ്, വെള്ളം കുറവാണുള്ളത്. അത് കുഴപ്പമില്ല, അത് ശരിയായി വരും. അപ്പോൾ ഞാനിവിടെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കലക്കി വെച്ച പോലെയല്ല ഇരിക്കുന്നത്. ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ലൂസ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ലൂസായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ പെട്ടെന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാറ്റർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. നമ്മളിത് ഒത്തിരി സമയമൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കേട്ടോ. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി ഞാനിവിടെ 2 നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ 2ആയിട്ട് മുറിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ സാധാരണ എണ്ണ ചൂടാൻ വെക്കുന്ന പോലെ കടായിൽ എണ്ണ ചൂടാൻ വെക്കണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ അതാ കുറച്ചൊന്നിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ എണ്ണ പാകത്തിന് ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ മുക്കിയെടുക്കുന്നത്. 2 സൈഡിൽ നന്നായിട്ട് ഈ മസാല ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ ബാറ്റർ നന്നായിട്ട് പിടിച്ചിരുന്നാൽ മാത്രമാണ് വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. നല്ല ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചേക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കുറച്ച് ഈ ഒരു രീതിയിലൊന്ന് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാറ്റർ കുറച്ചൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നോക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പഴം ഇതുപോലെ മുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഞാൻ കടായി വളരെ ചെറുതാണ് വെച്ചിരുന്നത്. എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. പക്ഷേ എനിക്ക് പഴം ഞാൻ നല്ല നീളത്തിലായിരുന്നു അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലിയ കടായി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ നിന്ന് ഈ പഴം ഇങ്ങനെ നല്ലോണം മേലേക്ക് വരും. ആ സമയത്ത് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം.
ഓരോ രണ്ടെണ്ണം ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിങ്ങനെ നല്ലോണം വെന്ത് ആയി വരുമ്പോൾ അത് വേർപെട്ട് വരും കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതാ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പഴംപൊരി നമുക്ക് ഈ കടായിൽ നിന്ന് മാറ്റാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അത് കുറേ നേരം ഇങ്ങനെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പഴംപൊരി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും പഴംപൊരിയൊക്കെ ഇതുപോലെ നീളത്തിൽ മുറിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വലിയ കടായി വയ്ക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പറ്റിയൊരു അബദ്ധം. എണ്ണ ചൂടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിതിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് കടായിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് പഴംപൊരി. പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന ഭംഗിക്കപ്പുറം ഇതുപോലെ നല്ല കോട്ടിങ് നല്ലോണം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കും ഉള്ളിലൊക്കെ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.